വിശേഷമൊന്നുമില്ല. നമ്മള് ജാസ്മിൻ കുട്ടി രാവിലെ തന്നെ വീട്ടിൽ കടുകില്ല, കടുകിന്റെ പരിഹാരം തീർത്തത് എള്ളിട്ടാണ്. എള്ളിട്ടോ അമ്പടി കേമി ഉപ്പുമാവിനൊരു രസമുള്ളല്ലേ? ആ കടുക് കഴിക്കണേ ശരിയാവും. നമ്മളിതാ പഴമൊക്കെ പൊഴുങ്ങി എടുത്തിട്ട് 2 കിലോ പഴകി പൊഴുങ്ങിയോ മീമ പൊഴുങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് കുറച്ചെടുത്ത് വിഷക്കരുത്. അതെ, ചെന്ന് കയറുമ്പോ തന്നെ ബിരിയാണി ഓടരുത്. ഹലോ ഹാഡേസ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് കല്യാണത്തിന് പോകുന്ന വിശേഷങ്ങൾക്കുമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്തെ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കൈ ഇങ്ങനെ അടിക്കുമ്പോൾ കൈ താഴ്ത്തുമ്പോൾ നോക്കിയാണ് കേട്ടോ. ആണോ, എന്നാലും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും മൈലാഞ്ചി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കാം. ഇനി നമ്മൾ തലയിൽ ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. എന്നാൽ തലയിൽ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് കുളിക്കേണ്ട ആവശ്യമുണ്ട്. അതെ, ഞങ്ങൾക്ക് പിന്നെ സ്വന്തം ബ്രാൻഡിന് മറ്റേ എണ്ണ, സ്കിൻ കെയർ ഓയിൽ, ഫേസ് പാക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഫേസ് പാക്ക് കൂടി ഇടണം. ജാസ്മിനോടെ ചായ കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫേസ് പാക്ക് ഇട്ട് ചായ കടി കുടിക്കട്ടെ. കാരണം നമുക്ക് ലിമിറ്റഡ് സമയമുള്ളൂ. ഇന്നുമോളിയും അനുമോളെയൊക്കെ മൂടിയൊക്കെ കെട്ടി കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്കൊക്കെ ഒന്ന് ഇടട്ടെ കേട്ടോ. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമല്ലോ. അപ്പോൾ നമ്മൾ മുഖമൊക്കെ ഒന്ന് മിനുങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മച്ചിൻ്റെ ഫേസ് പാക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് വാങ്ങിക്കാനുള്ള ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ജാസ്മിൻ കുട്ടി ആദ്യം തന്നെ ഫേസ് പാക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എടി, ഇതിലെന്താ മിക്സ് ചെയ്തിട്ട് ജാസ്മിൻ കുട്ടിയാ? ഓള് വെള്ളം മാത്രം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിക്കുന്നത്. പക്ഷേ ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ തക്കാളി നീരിലൊക്കെയാണ് ഇത് മിക്സ് ചെയ്യാറ്. അവൾക്കൂടി പിന്നെ അപ്പുറത്തോടെ ഒരു ബോട്ടിൽ പോകുന്നത് കണ്ടില്ലേ? നല്ല ബ്ലറാക്കി ഇടേണ്ടി വരും. എത്ര കുടിഞ്ഞാലും ഇത് ക്യാമറ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ കല്യാണത്തൊക്കെ പോകുമ്പോഴേ മുഖത്തൊരു ഗ്ലോ ഒക്കെ ഉണ്ടാക്കാൻ നമ്മളൊരു ഫേസ് പാക്കൊക്കെ ഇടണ്ടേ. അപ്പോൾ നമ്മൾ അമ്മച്ചിൻ്റെ എണ്ണ ഇങ്ങനെ ഈ ഫേസ് പാക്ക് തേച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുഖത്ത് എണ്ണമയൊക്കെ പോയി മുഖം നല്ല ഗ്ലോ ആകും. അടുത്ത പരിപാടി ഇവിടെ ഉള്ളവരൊക്കെ ചായ കുടിക്കലാണ് അടുത്ത പരിപാടി. ജാസ്മിട്ടി നമ്മൾ താഴ്ത്തു വച്ചിരിക്കുന്നു. നമ്മളതൊന്നും ഉപയോഗിക്കാറില്ല. കാരണം ഇത് ഉപയോഗിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഇത് കാണാൻ നല്ല ഭംഗിക്ക് വീഡിയോ കൊടുക്കുമ്പോഴേ ഞാൻ യൂസ് ആക്കാറുള്ളൂ. ശരിയാണ്, അതാണ്. ഉമ്മച്ചി ചായ കുടിച്ചോ? അപ്പൊ അങ്ങനെ പിന്നെ അതെ ഇവിടെ നിന്നിട്ട് ആദ്യം അനുമോളെന്നാ വിളിച്ചിരുന്നത്. ഐശുട്ടി വന്നപ്പോൾ അമ്മൂന്നാക്കി. അമ്മു വിളിക്കാൻ നല്ല സുഖ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പക്ഷെ വിളിക്കാൻ രസം ഉണ്ടേനും അമ്മു. അതുകൊണ്ട് ഞങ്ങളിത് ഓക്കെ. അപ്പൊ ഞങ്ങൾ മുടി വെട്ടാൻ പോട്ടെ. ഇന്ന് അനുമോളുടെയും ഹിന്നുമോളുടെയും മുടി ഞാനാണ് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ ഹെയർ സ്റ്റൈലിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈല് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മളിത് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള ആ ഒരു സമയം ഉണ്ടാവില്ല. നമ്മൾ വിശദമായിട്ട് പിന്നെ എത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ പറയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുള്ളത്. അവൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ 3 പോയി. ഞാനിത് വേഗം കെട്ടട്ടെ. ആദ്യം നമുക്ക് കുറച്ച് വാക്സൊക്കെ മുടിമ ഒന്നിങ്ങനെ തേച്ച് കൊടുത്ത് മുടിയൊന്നും ആദ്യം നമ്മൾ സെറ്റാക്കാം. നമ്മൾ ഒരു നെൽകൃഷി നടത്താൻ പോകുമ്പോഴേ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പാടം മറിച്ചൊക്കെ റെഡിയാക്കും. അതുപോലെ ആദ്യം നമ്മൾ മുടി കെട്ടാൻ പോകുമ്പോൾ വാക്സ് ഒക്കെ ഇട്ടിട്ട് ആദ്യം ഹെയർ ഒക്കെ ഇങ്ങനെ സെറ്റാക്കും. ഇതൊക്കെ ഞാൻ ചെയ്യണ ഓരോ കാര്യങ്ങൾ കേട്ടോ. ഇതിൻ്റെ ഒഫീഷ്യൽ രീതി ഉണ്ടാവില്ല. ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ്. അതിൻ്റെ അടുത്ത് പോയിട്ട് അത് വെച്ചാൽ അതിൻ്റെ ഞാനോട് സംസാരിക്കുന്നത് കേൾക്കല്ലേ. അവിടെ വെച്ചാൽ ആ വീഡിയോ കയറില്ല. എന്ത് ഈ പൊട്ടന്മാരെ പോലെ അറിയാത്ത പോലെ ചാനൽ കാണാത്ത പോലെ അത് ഓഫാക്ക്. ഗൈസ്, അങ്ങനെ നമ്മുടെ അമ്മുവിന്റെ മുടി കെട്ടൽ കഴിഞ്ഞു. മമ്മ മുഖത്തുനിന്ന് കൈയെടുക്കൂ. അമ്മുവിന്റെ മുഖം കാണട്ടെ. ഇനി ഇതേ ഹെയർ സ്റ്റൈൽ ഞാൻ കേട്ടുട്ടോ. അതെ, ഹെയർ സ്പ്രേ ഇതൊന്നും എവിടെയും തല എവിടെ തട്ടിയാലും നമ്മള് മേക്കപ്പ് ഇളകിയാലും ആദ്യം തിന്ന് കഴിയട്ടെ. നമ്മള് മേക്കപ്പ് ഇളകിയാലും ഡ്രസ് ഇളകിയാലും മുടി ഇളകൂല. അതിനാണ് ഈ സ്പ്രേ. അന്മക്ക് കുറെ അസ്തഫുള്ള മാഷാ അല്ലാ അസ്തഫുള്ള
പനങ്കൊല പോലെ തൂങ്ങി കിടക്കുന്ന മുടി ഓള് വെട്ടിയിട്ടേ അല്ല, അതുകൊണ്ട് ഇഷ്ടംപോലെ മുടി അതെ, അതുകൊണ്ട് അല്ല ഓൾക്ക് ഇഷ്ടമല്ലായിട്ടല്ല. അമ്മുവിന്റെ മുടി വെട്ടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മു മുഖം തിരിക്കൂ. യെസ്, അതിന് അമ്മു സുന്ദരിയായിട്ടുണ്ട്. മുടി വലിയ നല്ല മാസമായിട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെസ്റ്റ് നമ്പർ 2 വരട്ടെ. ഇത് നമ്മൾ സെറ്റ് സ്പ്രേ അടിച്ചിട്ടുണ്ടോ, അതാണ് തിളക്കം. സെറ്റ് സ്പ്രേ കുറച്ച് കഴിഞ്ഞാൽ നോക്കണം, അപ്പോൾ ഒക്കെ ശരിയാവും. അപ്പൊ അമ്മുവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അമ്മു നീട്ടോളൂ. അപ്പൊ നമ്മൾ ഇനി അനുമോൾക്ക് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു ചെസ്റ്റ് നമ്പർ 2. ഇനി ഇന്നുമോളുടെ മുടി കെട്ടിട്ട് ഈ മുടിയൊക്കെ ഞാൻ പിന്നീട് ഒരിക്കലും ഏതെങ്കിലും ചെറിയ കുട്ടിനെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ കെട്ടി കാണിച്ചത്. ഇവിടെ മുടി മൂന്നൊന്നും കെട്ടിയിൽ കാണിക്കൽ വെച്ച് ബുദ്ധിമുട്ടാണ്. ഈ തള്ളനെ കെട്ടിട്ട് കാര്യം, അത് പിന്നെ സമയമില്ല. ചെറുപ്പക്കാരി കുട്ടികളെ തലമുടി നമ്മൾ കെട്ടിട്ട് കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇത് സമയമില്ല. എന്റെ വാപ്പൊക്കെ ഇപ്പൊ കാറും പിടിച്ചിട്ട് വരും, എന്നിട്ട് എനിക്കൊരുങ്ങാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ടക്കടക്കേന്ന് കെട്ടിട്ട് കാണിച്ചാൽ 9 മണി. ഇനി നമുക്ക് 1 മണിക്കൂർ മേക്കപ്പിനുള്ളതാണ്. 9 മണിയായി. 1 മണിക്കൂറൊക്കെ മുടി കെട്ടാൻ ഞാൻ തന്നിരുന്നത്. ആ ടാസ്ക് കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ടക്കടക്കേന്ന് മുടിയിട്ടോ. അപ്പുറത്ത് 2 കുരിപ്പുകൾ കിടക്കുന്നുണ്ട്, അവരെ നീപ്പിക്കണം. പണ്ട് നമ്മള് ചെറുപ്പത്തിൽ ഇവിടെ രണ്ടുപേരും ഞാൻ ഒരേപോലെ മുടിയൊക്കെ കെട്ടി കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാണ് വീണ്ടും നമ്മൾ ചെയ്യാൻ പോകണം. അതെ, അപ്പൊ ഞാൻ മുടി കെട്ടിട്ട് കാണിച്ചു ഗായ്സ്. എനിക്ക് മുടി കെട്ടാൻ 2 ആൾക്കാരാണ്, ഒരാളല്ല. മമ്മക്ക് ഹെൽപ്പിങ്ങിനായി അൻമോളുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടിട്ടേ ഇങ്ങനെ പിടിച്ചതാ. ഹായ് ഗായ്സ്. അൻമോളെ കമ്മല് കാണിച്ചാ. അൻമോള് പുതുതായിട്ട് മേടിച്ച, അവൾക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ച കമ്മൽ. രസമുണ്ട് കാണാൻ, സത്യം. ഓളെ ഡ്രസ്സും ആ കളറും കറക്റ്റ്. ഞാൻ ഒരു കമ്മല് മേടിക്കാൻ പോയിട്ട് ഇത് എമ്മത്ത് കിട്ടുകയല്ല. എന്റെ കുപ്പായത്തിന്റെ കളർ സത്യം പറഞ്ഞ ഈ റോസും വെള്ളയാണ്, പക്ഷെ കമ്മല് കിട്ടല്ല. ആ സമയം കമ്മൽ നമ്മൾ എന്ത് ചെയ്തു, റെന്റിന് മേടിച്ചു. ഞാൻ കാണിച്ചു തരാം കേട്ടോ, കുറച്ച് കേട്ടെ, ഈ മുടി കെട്ടി കേട്ടെ. അപ്പൊ നമ്മള് ഇനിമുള്ള മുടി റെഡി ആയിട്ടുണ്ട്. തലകത്തൊക്കെ കേട്ടോ, ഇനിമുള്ള മുടി റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ ബാക്ക് മുടി ഇങ്ങനെ ഇതിങ്ങനെ കെട്ടിയിട്ട് ഇവിടെ ഒരു റബ്ബറൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നിട്ട് തിരി. യെസ്, ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ വരുന്നത്. യെസ്, ഓക്കെ. സായിക്കുട്ടി ഉറങ്ങി നീറ്റ് വന്നിട്ടുണ്ട്. ഓനൊന്നും നീട്ടിക്കാഞ്ഞിട്ടാണോ രാത്രി ഒരുപാട് നേരം വൈകിട്ട് ഉറങ്ങിയിരിക്കുന്നത്. പിന്നെ രാവിലെ നീട്ടുണ്ടെങ്കിൽ പിന്നെ ഓനെ നോക്കേണ്ട പോകും. പിന്നെ കുറച്ച് എണ്ണ തേച്ച് കൊടുത്ത് മുടി ഒന്നും ഇങ്ങനെ ചീവി കൊടുത്താൽ സായിക്കുട്ടി മുടി കെട്ടി കൊടുക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ തലയിലൊക്കെ നല്ല വെളിച്ചെണ്ണൊക്കെ തേച്ച് നിങ്ങൾ വന്നയാൾ ചെങ്ങായി വെളിച്ചെണ്ണ തേക്കാണ്, എണ്ണ തേക്കാനും ഒന്നിനും കിട്ടൂല. അതാണ് മെയിൻ പ്രശ്നം. വെളിച്ചെണ്ണ തേക്കാൻ സമ്മതിക്കാറില്ല. മുഖത്തൊക്കെ നല്ലോണം എണ്ണ തേക്കട്ടെ. ഒന്ന് ചുണ്ടനാണ് ആ ചുണ്ട് വിട്ടാ ചുണ്ട് ഡ്രൈ ആയിക്കണ്. ഇനി പോയി കുളിച്ചിട്ടോ. നീയാണുള്ള മേക്കപ്പ് ഗേള്, മേക്കപ്പ് പറയല്ലേ. മേക്കപ്പ് എങ്ങാനും കൊള്ളാം എന്നെ പറയും. ടച്ചപ്പ് ചെയ്ത് കൊടുക്കും. എന്റെ മോളും അതുപോലെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവർ നിങ്ങൾ രണ്ടുപേരും ഒരു പരസ്പരം ഒരിക്കലും വഴക്കടിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും തല്ലൂടിയിട്ടില്ല. അതുപോലെ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മളെ ജാസ്മി കുട്ടി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓ, ജാസ്മി കുട്ടി നല്ല സെറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ജാസ്മി കുട്ടി ഒരുക്കങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഐസ് കിട്ടാത്ത നമ്മളെ ഐസ് വെള്ളത്തിലേ ഒക്കെ താല്പര്യമുണ്ട്. പക്ഷെ നമ്മൾ ആ ഐസിന്റെ സാധനം അത് എവിടോ ആണ്. ഇത് നമ്മള് തുണിയിൽ വെച്ചിട്ട് മുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവൻ്റെ കയ്യുമ്മിൽ ഐസാക്കിട്ട് ഞാൻ എൻ്റെ മുഖം വല്ലാണ്ട് വേർക്കുന്ന ഒരു സംഭവമാണ് എനിക്ക്. അപ്പോൾ ഒരു മേക്കപ്പിൻ്റെ മുഖത്ത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ നമ്മൾ ഐസ് ഒന്ന് ആക്കിയിട്ട് വേണം മുഖത്ത് എന്തെങ്കിലും ഇടാൻ. നമ്മൾ ഐസിൻ്റെ സാധനം ഇങ്ങനെ ഓർക്കുന്നത് ഇല്ലല്ലേ. ഞങ്ങളെല്ലാവരും കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് വൈകിയ വേളയിൽ അനുമോളുടെ മുടി കുറച്ച് ലൂസാണെന്ന് പറഞ്ഞത്. അപ്പോൾ ജാസ്മിട്ട് വേഗം ടൈറ്റായി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. വാപ്പ കാറ് സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. മെച്ചിയുടെ പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. അത് ഇന്നുമോളുടെ ഫുൾ ഡ്രസ്സ്, എല്ലാവരുടെ ഡ്രസ്സ് ഒന്നും കാണിച്ചു. ഇന്നുമോളുടെ ഫുൾ ഡ്രസ്സ് ഇതാണ്.
അതാണ് ക്ലച്ച്. ഇതാണ് മനുഷ്യന്റെ ക്ലച്ച്. മറ്റേ ജാസ്മി കുട്ട ക്ലച്ച് പോയി പറഞ്ഞാണ്. എവിടെ ക്ലച്ച്? ഇവിടെ ക്ലച്ച്. സൈവട്ടിങ്ങൾ വായോ, സൈവട്ടിങ്ങൾ വാ. അതുപോലെ ഡ്രസ് വെച്ചാൽ മോളെ ആ നമ്മളെ ജാസ്മി കുട്ട ഡ്രസ് ഇതാണ്. അങ്ങനെ ജാസ്മി കുട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ അനുഭവങ്ങളാണ്. അമ്മുവിന്റെ ഡ്രസ് ഇതാണ്. അമ്മുവിന്റെ ഡ്രസ് പിന്നെ നമ്മളെ നെജി ഡിസൈൻ ചെയ്തതാണ്. സുന്ദരിയായിട്ടുണ്ട്. സുന്ദരിയായിട്ടുണ്ട്. വൈകി വേളയിൽ ഇപ്പൊ ഫാൻ കൊള്ളാൻ കാത്തുക. ഈ വൈകി വേളയിൽ ഞാൻ എന്റെ ഡ്രസ്സും കാണിച്ചതാണ്. ഡ്രസ് ഡിസൈനർ പീസാണ്. നല്ല വിലയൊക്കെ ഉണ്ട്. ഓക്കെ ശരി. പിന്നെ എൻ്റെ ഈ മാല, എൻ്റെ ഈ കമ്മല് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തില്ലേ, ഓറ ഡിസൈൻസിന്റെ ഫ്രണ്ടിന്റെ റെന്റൽ ഷോപ്പിൽ നിന്ന് റെന്റിലെടുത്താണ്. അത് ഇന്നുമോളുടെ മാലയാണ് കേട്ടോ. ഇന്നുമോളുടെ മാലയും കമ്മലും ഒക്കെ അതെ നമ്മളിന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ നിന്ന് റെന്റലാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഞാൻ ഇതാണെന്ന് ആലോചിക്കണക്ക് ഈ കയറ്റം എല്ലാവരും കൂടെ കയറി വെക്കാതെ പേടിയാവും. എന്നാൽ കുഞ്ഞാവ സ്റ്റൈലായിട്ട്. അങ്ങനെ എന്തായാലും ഏകദേശം ഒരു 11:30 മണിയോളം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പെരിന്തൽമണ്ണ തന്നെയാണ് കല്യാണം നടക്കുന്നത്. പെരിന്തൽമണ്ണ കുറച്ച് മംഗളം ആ ഒരു സൈഡിൽ. അപ്പോൾ പട്ടാമ്പിന്ന് വരുന്നതിനെക്കാട്ടിയൊക്കെ ഈസി ആയിരിക്കുമല്ലോ നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്നത്. അത് കാരണം കൊണ്ടാണ് എല്ലാവരും നമ്മുടെ വീട്ടിൽ സ്റ്റേ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്കൊക്കെ പോയി. കല്യാണം നമ്മൾ വിശദമായിട്ട് ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഒരു കുറച്ച് ഭാഗങ്ങളെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കല്യാണമൊക്കെ വിശദമായിട്ട് നമ്മൾ നബിലൂട്ട ചാനൽ നല്ല അസലായിട്ട് വരും. എനിക്കിനി അടുത്ത് എനിക്കൊരു വലിയ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് മുന്നേ കൂട്ടി പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ തന്നെ പറയാത്തത്. അപ്പോൾ എനിക്ക് വീഡിയോ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാലുള്ളൂ അടുത്ത വിശേഷങ്ങൾ പറയാനുള്ള വീഡിയോ ഇടാൻ പറ്റുള്ളൂ. സാധാരണ ഞങ്ങൾ സിസ്റ്റേഴ്സ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നമ്മളൊരു കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് നബിലൂട്ടർ വീഡിയോ ഈ വീഡിയോ വന്ന ശേഷമായിരിക്കും കല്യാണത്തിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് വരാം. അപ്പോൾ എനിക്ക് വിശേഷം പങ്കുവെക്കാനുള്ള കാരണം കൊണ്ടാണ് ഞാൻ നബിലൂട്ടർ സമ്മതത്തോടു കൂടി അത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നബിലൂട്ടർ ചാനലിൽ എല്ലാവരും കല്യാണം വിശദമായിട്ട് കണ്ടോളൂ. ഓഡിറ്റോറിയം ഒരു ലോകമാണല്ലോ ദൈവമേ. നമ്മളെ ഇന്നുമോൾക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞ ജിലേബി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ചോപ്പ് ജിലേബി ഇഷ്ടം. എനിക്ക് എല്ലാ ജിലേബി ഇഷ്ടം. ഞാൻ ജിലേബിയാണ് ചൂട് കാരണം തിന്നായിരിക്കാനും പറ്റില്ല. അതെ, അതുകൊണ്ട് ചൂട് കാരണം കൊണ്ട് ഞാൻ പെടുന്നില്ല. പിന്നെ മൈസൂർ ബാഗിൻ്റെ അടുത്ത് ഇന്നെ വിളിക്കണം. ഞാൻ വരില്ല. ഇതിനൊരു തീരുമാനമൊക്കെ ഞാൻ വന്നപ്പോൾ നിങ്ങൾ പൊട്ടിയിരുന്നു. അതൊക്കെ വരെ മുകളിലിരിക്കുന്നത്. പിന്നെ രണ്ട് കാര്യം പറയണ്ടോ? ആ കേട്ടു മതി. എന്തായാലും പോവല്ലോ. 2 മണി കഴിഞ്ഞു. ഓഡിറ്റോറിയം അടിപൊളിയായിട്ട്. ഗൈസ് ഞങ്ങളൊക്കെ ലിഫ്റ്റിൽ പോണ്. ആ കൊണ്ട് നിൽക്കണ നോക്കിയോക്ക. എന്ത് സ്വഭാവാണ്. ആ ആ ആ ആ ആ ഇവിടെ ജാസ്മി കുട്ടി മൈസൂർ പാക്ക് കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും കൂടുതൽ സ്ഥിതിക്ക് നമ്മളെ കുട്ടി കൂടുതലാണ്. എന്താണ് അല്ല ഓളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഇടക്കാല ആഘോഷത്തിന് ഒരു താത്താന്റെ വേദന കണ്ടോ. മഞ്ഞ ജിലേബി കഴിഞ്ഞു. എനിക്കല്ല ഇഷ്ടം. അതെ അതിന് കഴിക്കണം. കുറച്ച് അതിന്റെ കല്യാണം വേണ്ട ഇനി നടത്താം. ഞാൻ കാണുമ്പോൾ ആലോചിക്കുന്നത് പിന്നെ ഞാനൊക്കെ ഇതുപോലെ അറബി ഡേസ് ഒക്കെ വേണ്ടി. ഏയ് നിന്റെ
സ്റ്റേജിൽ പറഞ്ഞ മെയിൻ സമ്മതിക്കില്ല. ഡാൻസ് പാടും ഞാൻ വെക്കില്ല. പിന്നെ ഹലോ ഇതുപോലെ വലിയ ഓഡിറ്റോറിയം ഒക്കെ വേണമെന്നുണ്ടോ? അവിടെ ഇതുണ്ട്, ഏതാ ഷിഫ ഓഡിറ്റോറിയം ഉണ്ട്, ഷിഫ കൺവെൻഷൻ സെന്റർ പെരുന്നമ്മ. ഞാനും ജാസ്തി പറയുന്നേ, സാധാരണ നമ്മൾ കല്യാണത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൽ കയറി കളിക്കുന്ന കൊച്ചു കുട്ടികളുണ്ടാവും. ഇവിടെ കാണാത്തോളൂ. എത്തിയിട്ടുണ്ട്, ആൾക്കാരെത്തിയിട്ടുണ്ട്. അവസാനം അത് കാര്യം ചൂടായിക്ക അവർക്ക് വെള്ളം അതിനിളക്കല്ലേ, വെള്ളം കുടിക്കല്ലേ, വെള്ളം കുടിക്കുമ്പോൾ ഇളക്കല്ലേ. അങ്ങനെ നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ കല്യാണത്തിന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഏർപ്പാട് ഇവിടെ അല്ല. അത് പിറ്റേ ദിവസം നമ്മുടെ റിലേറ്റീവ്സും ഫാമിലിയും ഒക്കെ ചേർന്നിട്ട് ചെക്കൻ്റെ വീട്ടിൽ അവിടെ ഒരു കല്യാണം ഉണ്ട്. അങ്ങനെയാണ് ഈ കല്യാണത്തിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ. അങ്ങാടിപ്പുറത്ത് ബ്ലോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ ബ്ലോക്കൊക്കെ താണ്ടി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിമോളെ വലിയ ചെരുപ്പൊക്കെ തൂക്കി പിടിച്ചിട്ടാണ് പോണത്. ഒട്ടും വയ്യാതേക്ക് നടന്നോ. ഉമ്മച്ചി കല്യാണം കഴിഞ്ഞിട്ട് പോവാണ്. ഉമ്മച്ചിൻ്റെ വീട്ടിൽ പോവാം. ഉമ്മച്ചിൻ്റെ വീട് തൂത വീട്. പിന്നെ ഷെഫ് മോനും നായർലൻഡിലേക്ക് പോവല്ലേ, അപ്പോൾ അത് കാണാൻ വേണ്ടി ഉമ്മച്ചി പോവാം വാപ്പിയും. അപ്പോഴിനി അടുത്ത നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.